Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് എന്താ ആദ്യം പറയേണ്ടത് എന്തല്ലേ, പക്ഷേ നമ്മൾ തമ്മിൽ കാണുമ്പോഴത്തേന് ഇപ്പോൾ ഏകദേശം സന്ധ്യ ആയി കഴിഞ്ഞു. പക്ഷേ വിഷു കണി കാണുന്നതും വിഷുവിൻ്റെ ബഹളമൊക്കെ ഏകദേശം മങ്ങി തുടങ്ങിയ സമയമാണ്. പക്ഷേ ഞാനും നിങ്ങളും തമ്മിൽ ഇപ്പോൾ കാണുമ്പോഴത്തേനും നമുക്ക് എന്തായാലും വിഷുവിൻ്റെ തുടക്കമായതല്ലേ ഉള്ളൂ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ മാത്രം എൻ്റെ നിന്ന് മേടിച്ചാൽ പോരാ. പക്ഷെ ഇതിനകത്ത് എനിക്ക് കയ്യിലോട്ട് കിട്ടുകയല്ല. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ കുഞ്ഞ് മുതൽ എന്താ പറയുക, മൂത്തോരെ കൂട്ടാനൊക്കത്തില്ലല്ലോ. ഈ ദിവസം ഞാൻ മിക്കവാറും എല്ലാവർക്കും കുഞ്ഞായിട്ട് മാറും. കാര്യം എന്നാന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാശ് പിള്ളേർക്കായാലും ഇളയകൾക്കൊക്കെ കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന് തരക്കേടില്ലാതെ എൻ്റെ കയ്യിൽ ഇച്ചിരി കാശ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഒരു കാര്യം കൂടെ, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇന്ന് ഞാൻ എല്ലാവർക്കും കുഞ്ഞാണ്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വിഷു കൈനീട്ടം എനിക്ക് തന്നോണം, മറന്നു പോവരുത്. എപ്പോഴെങ്കിലും നമ്മൾ വെളിയിൽ വെച്ചൊക്കെ കാണുമല്ലേ, അന്നേരം പിന്നെ എനിക്ക് തന്നേച്ചാലും മതി. പക്ഷെ മറന്നു പോകരുത്, വിഷു കഴിഞ്ഞില്ലേ കുഞ്ഞെ എന്നൊന്നും പറഞ്ഞ് എക്സ്ക്യൂസും പറഞ്ഞേക്കരുത്. അപ്പം ഇന്ന് നമ്മൾ വിഷുവിന് സ്പെഷ്യൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? സസ്പെൻസ് ഇട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സേമിയ പായസ. ഞാൻ പറഞ്ഞു തരാം, അത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന, പക്ഷെ അതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ എക്സ്ട്രാ ചേരുന്നുള്ളൂ. ആദ്യം എടുക്കേണ്ടത് കുറച്ച് പാലാണ് വേണ്ടിയേ. പാലെന്ന് പറഞ്ഞാൽ ഞാൻ 1/2 കിലോ വെർമിസെല്ലിക്കാണ് ഞാൻ പറയുന്നത്. 1/2 കിലോയ്ക്ക് ഒരു 3 കവർ കട്ടിപ്പാൽ വാങ്ങിക്കുക, അതെടുക്കണം. പിന്നെ വേണ്ടിയത് കുറച്ച് വറുത്ത വെർമിസെല്ലി, ആയത് നെയ്യിൽ ഇട്ട് വറുക്കുന്നെങ്കിൽ നെയ്യിലിട്ട് വറുക്കാം. ചുമ്മാ വറുത്താലും ആ ടേസ്റ്റിന് കുറവൊന്നും വരികയില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ അത്രയും നെയ്യും കൂടെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കും. കുറച്ച് ഹെൽത്തൊക്കെ ആണെന്ന് വിചാരിച്ചു. പിന്നെ ഇച്ചിരി പഞ്ചസാര എന്ന് പറയുമ്പോൾ അത്രയും ഉണ്ടല്ലോ. നമ്മൾ സാധാ പാൽപ്പായസം വയ്ക്കുമ്പോൾ പാല്, പഞ്ചസാരയും വെർമിസെല്ലിയും കൂടിയാണ് വെക്കുന്നത്. പഞ്ചസാരയുടെ അളവ് മാത്രം ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് എന്നതാക്കിയെന്ന് നോക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ ആ റേഷ്യോ അനുസരിച്ച് ചേർത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് കണ്ടൻസ് മിൽക്കാണ് വേണ്ടിയത്. കുറച്ചല്ല, 1/2 കിലോയ്ക്ക് ഒരു 2 ടിൻ വെച്ചോ. ഇച്ചിരി ഞാൻ പറഞ്ഞില്ലേ, ഇച്ചിരി വില കൂടിയ പായസമാണ്. പക്ഷേ ഈ പായസം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ വേണ്ടിയത് നമുക്ക് കുറച്ച് നെയ്യ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നെ ഏലക്കാപ്പൊടി. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു കാര്യവും കൂടെ ചേർത്താൽ കുറച്ചുകൂടെ രുചി കിട്ടും. കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലാണെങ്കിൽ എളുപ്പമാണ്. കാര്യം എന്നാണെന്നറിയോ, ആ കുഞ്ഞുങ്ങൾക്ക് കലക്കാൻ വെച്ചിരിക്കുന്ന പാൽപ്പൊടിയിൽ നിന്ന് കുറച്ച് അടിച്ച് മാറ്റിയാലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 കിലോ പാൽപ്പൊടിയും കൂടെ ഇതിനകത്തൂടെ ചേർക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം എന്തായാലും ഞാൻ ഉരുളി കത്തിച്ചേച്ച് ആ ഉരുളിയുടെ വലിപ്പവും അതിൻ്റെ ആ ഒരു വെയിറ്റും ഒക്കെ നോക്കിയാൽ കുറച്ച് നേരം എടുക്കും അതൊന്ന് ചൂടായി വരാൻ. പക്ഷേ ഞാൻ ആ വെർമിസെല്ലി ഒന്ന് വറുത്ത സമയത്ത് നമ്മുടെ ഉരുളി നല്ല ചൂടായേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഞങ്ങളോട് പറയാതെ ആദ്യമേ അങ്ങ് തുടങ്ങി ഷോയൊക്കെ ആക്കി വെച്ചോ. എന്നാന്ന് പറയുന്നത് വിഷുവല്ലേ, നമുക്ക് വരാൻ പോകുന്ന ഗസ്റ്റിനോടും ഒക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമൊക്കെ നമുക്ക് വേണ്ടേ. പിന്നെ പായസമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു പായസം വീട്ടിലുണ്ടാക്കി നോക്കുക. സാധാ നമ്മൾ ചെയ്യുന്നതെന്നൊരു വ്യത്യാസം, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് ഈ പാലൊഴിക്കും. പാല് ഫുൾ ഒഴിച്ചു. ഇനി നമ്മൾ പാൽപ്പായസത്തിന് പാലൊഴിക്കണം എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇന്ന് എന്താ സ്പെഷ്യൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പാൽപ്പായസവും ബോളിയാണ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് പാൽപ്പായസം ചെയ്തതിന് ശേഷം ഞാൻ ബോളി പറഞ്ഞുതരാം. ഇനി ഈ നമ്മുടെ മൊന്ത എടുത്തില്ലേ, അതിനകത്തോട്ട് പാലൊഴിച്ചു. പക്ഷേ ഇനി ചേർക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻസ് മിൽക്കാണ്. ഈ കണ്ടൻസ് മിൽക്ക് തന്നെ ചേർക്കാൻ ഒക്കിയല്ല, 1/2 കിലോ അല്ലേ. അപ്പോൾ കണ്ടൻസ് മിൽക്കും കുറച്ച് വെള്ളവും കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വെച്ചാൽ അതിനനുസരിച്ച് ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷം നമുക്ക് പാലിലോട്ട് ഒഴിച്ചേച്ചാൽ മതി. എളുപ്പ വഴിയാണ്. എന്നാന്ന് വെച്ചാൽ പാല് തിളയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും അങ്ങ് തിളയ്ക്കും. ഈ കണ്ടൻസ് മിൽക്ക് പെട്ടെന്ന് നമ്മൾ ആ ഉരുളിയിലോട്ട് എടുത്ത് ഒഴിച്ചേക്കരുത്. കാര്യം എന്നാണെന്നറിയോ, അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും കണ്ടൻസ് മിൽക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് മൊത്തം ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷമേ നമ്മൾ പാലിലോട്ട് ഒഴിക്കാവുള്ളൂ. പിന്നെ ഈ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാല് തിളച്ചതിന് ശേഷം മാത്രം വെർമിസെല്ലി ചേർക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എന്നാ പറ്റും എന്ന് പറഞ്ഞാൽ അതിങ്ങനെ
എന്നാ പറയുന്നത് ലംസ് ഉണ്ടാവും, ഒത്തിരി ഉണ്ടയായിട്ട് പോകും. പിന്നെ അതിങ്ങനെ പിച്ചി പറിക്കാനൊക്കെ മെനക്കെട്ട ഏർപ്പാടാണ്. തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ വെർമസലി ചേർത്ത് കഴിഞ്ഞാൽ ആ കട്ടയൊന്നും കെട്ടാതെ നല്ലതായിട്ട് വെർമസലി വരും. പിന്നെ ഒരു കാര്യവും കൂടെ, ചിലയിടത്തൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഈ വെർമസലി അധികം മൂപ്പിക്കാതെ പായസം ഉണ്ടാക്കുന്നത്. അതിനകത്തും വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി വെർമസലിക്ക് ഒരു സ്റ്റാർച്ച് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാർച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ പാലിനകത്തൊക്കെ ഒരു കുറുകി നമ്മുടെ ഒരു ചിലപ്പോൾ സമയത്തൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു കഞ്ഞിവെള്ളം പോലെയൊക്കെ തോന്നുകയല്ലേ, അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ വെർമസലി ഒന്ന് വറുത്തേച്ചിട്ടാൽ മതി. വറക്കാനും മെനക്കെടാൻ വയ്യെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, അതിട്ടാലും മതി. പിന്നെ നമുക്കൊരു 1/2 കിലോ വെർമസലി വേവാനുള്ള വെള്ളം വേണ്ടേ. വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് ചേർത്തേച്ചാൽ മതി. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ആ വെള്ളം വറ്റിക്കാൻ നിൽക്കണം. അതല്ല, കുറുകി വെർമസലിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വെള്ളം വേണമെന്ന് തോന്നുവാണെങ്കിൽ പിന്നെ അന്നേരം ഒഴിച്ചേച്ചാൽ മതി. ആദ്യമേ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വറ്റിക്കാൻ പാടാം. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ കണ്ടൻസ് മിൽക്ക് കലക്കിയതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ അത് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി പാൽപ്പൊടിയും കൂടെ ഇതേപോലെ കലക്കി നമ്മുടെ പാലിലൂടെ അങ്ങ് ചേർക്കണം. അപ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആ പാല് തന്നെ. ഇപ്പം ഞാൻ പാലിലോട്ട് ആ ബാക്കി കണ്ടൻസ് മിൽക്ക് ചേർക്കുക. ഇനിയാന്നു ജോലി. ചുമ്മാ നിൽക്കാൻ ഒക്കിയല്ല, അത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നേ ഒക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കാ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പാൽപ്പൊടി ചേർക്കുവാണെങ്കിൽ പാൽപ്പൊടിയുടെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും തിളയ്ക്കുന്നിടം വരെ നമ്മൾ ആ പാല് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു ഗുണവും കൂടെ എന്താണെന്നറിയാവോ, നമ്മളിപ്പോൾ എപ്പോഴും എന്നതേലും പാലോ എന്നതേലും ഒക്കെ നമ്മൾ അടുപ്പി വയ്ക്കുവാന്നേല ഒരിക്കലും ഇങ്ങനെ പരന്ന പാത്രത്തിൽ വയ്ക്കരുത്, അന്നേരം തിളയ്ക്കാൻ ഇച്ചിരി പാടായിരിക്കും. എപ്പോഴും ഇങ്ങനെ കുഞ്ഞ് പാത്രം, അതായത് കുഞ്ഞ് പാല് കൊള്ളുന്ന സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള ഒരു പാത്രം വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പാല് പെട്ടെന്ന് തിളച്ച് കിട്ടും. പാല് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞേച്ച് ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തിളയ്ക്കുന്ന പാലിലോട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇടണം. സേമിയ ഇടുമ്പോഴും ഇതേമാതിരി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്നാ പറയുന്നത്, കേക്കായിട്ട് മുറിച്ചെടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ സേമിയ വേവാൻ അധികം നേരമൊന്നുമില്ല, ഒരു ഇച്ചിരി നേരം മതിയേ. പക്ഷെ എന്നാന്ന് വെച്ചാൽ നമ്മൾ തിളച്ച് കഴിഞ്ഞേച്ച് അത് ഒരു ഇച്ചിരി ചെറിയ തീയിൽ വെക്കുക. ചെറിയ തീയിലിരുന്ന് ആ പാലിലിരുന്ന് സേമിയ വേവുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദാണ്. പിന്നെ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഉണ്ട്, അതും പോയിട്ട് എന്നാന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ നമ്മുടെ പാൽപ്പായസത്തിന് ഭയങ്കര ടേസ്റ്റാട്ടോ. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായി ഒന്ന് വറുത്തിടണ്ടേ, അന്നേരം ആ പണി അങ്ങ് ചേർത്ത് വെച്ചേക്കാം. എന്തായാലും പായസം, നമ്മുടെ സേമിയ പായസം ഉണ്ടല്ലോ ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചിലപ്പോൾ എന്നാന്ന് വെച്ചാൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട, കാര്യം നല്ലോണം തിളച്ചിങ്ങനെ എന്നാ പറയുന്നത് ആ ഒരു ബോയിൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ തിളച്ച് പൊങ്ങുകയല്ലേ, ആ സമയമാകുമ്പോൾ പിന്നെ നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിലും ടെൻഷനില്ല. കാര്യം എന്നാ വെച്ചാൽ അടി പിടിക്കുകയില്ല, ഒന്നും ചെയ്യുകയില്ല. ഈ സമയം നമുക്ക് ഒത്തിരി നെയ്യ് ഇടണ്ട, ഒരു സ്പൂൺ നെയ്യ് മതി കേട്ടോ. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം, സത്യം പറഞ്ഞാൽ വീട്ടിലാന്നേലും നെയ്യ് ചൂടാവാനൊന്നും ഞാൻ നിൽക്കുകയില്ല. അതിനുള്ളിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ തൊട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇടും. പിന്നെ നെയ്യ് ചൂടാകുമ്പോൾ ഒരുമിച്ച് അങ്ങ് മൂക്കുമല്ലോ, കാര്യം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഒരുമിച്ചിടരുത്, അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്തതിന് ശേഷം മുന്തിരിങ്ങ ഇട്ടാൽ മതി കേട്ടോ. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ ആദ്യം അണ്ടിപ്പരിപ്പിടാം. അണ്ടിപ്പരിപ്പ് ഏകദേശം ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും മുന്തിരിങ്ങ ഇട്ടാൽ മതി. മുന്തിരിങ്ങയ്ക്ക് അധികം എന്നാ പറഞ്ഞാൽ മൂപ്പൊന്നും ഇല്ലല്ലോ, അന്നേരം അത് ഇച്ചിരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും അങ്ങ് ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് മുന്തിരിങ്ങയും കൂടി ഇടുവാണേ.
കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യുക. ആ പരിപാടി ഞാൻ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് എന്നാ ഈ നമ്മുടെ പായസത്തിൻ്റെ വെർമസലി ഇച്ചിരി ഒന്ന് വെന്താൽ മാത്രം മതി. പിന്നെ വെർമസലി വേവാതെ ഒരിക്കലും പഞ്ചസാര ചേർക്കരുത്. കാര്യം എന്നാന്ന് വെച്ചാൽ വെർമസലി വേവുകയില്ല. അപ്പോൾ ഇച്ചിരി വെർമസലി വേവാൻ ഒരു ഇച്ചിരി സമയം കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ പായസം നമ്മൾ ഒഴിച്ച വെള്ളമില്ലേ, ആ പായസത്തിനകത്തോട്ട് ഞാൻ നമ്മുടെ പാല്, കണ്ടൻസ് മിൽക്ക് എല്ലാം ചേർത്തിട്ടുണ്ട്. പക്ഷെ വെർമസലി വെന്ത് വരും തോറും നമുക്ക് അതിനകത്തെ പാലിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. പക്ഷെ അങ്ങനെ തോന്നുമ്പോൾ നമ്മുടെ കയ്യിൽ പാലുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചോളൂ. പാൽ ഒഴിച്ചില്ലെങ്കിലും ടെൻഷനില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഒരു കോൺസെൻട്രേറ്റഡ് മിൽക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി, കുറച്ച് വെള്ളം ചേർത്തുകൊണ്ടിരിക്കുക. പിന്നെ പാൽ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടിപ്പാൽ ചേർക്കണ്ട, ലൈറ്റ് പാൽ ചേർത്താൽ മതി. പക്ഷെ കട്ടിപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ രുചി കൂടും, പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് കുഴപ്പം വരില്ലേ. അതുകൊണ്ട് രുചിയാണോ ആരോഗ്യമാണോ നല്ലത് എന്ന് നോക്കുക. പിന്നെ വിഷു ആയതുകൊണ്ടും നമ്മളെ വിഷുവിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ദിവസവും കൂടെ ഒക്കെ ആവുന്നതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, രുചിക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കാം. ബാക്കി നമ്മുടെ കൃഷ്ണൻ നോക്കിക്കോളും അല്ലേ. നമ്മളെയൊക്കെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് ആരോഗ്യത്തോടുകൂടി നോക്കുന്നില്ലേ. അപ്പോൾ പിന്നെ അതുകൊണ്ട് നമ്മളെ വിഷമമൊന്നും വരുത്തുകയില്ല. എൻ്റെ പായസവും കൂടെ ഞാൻ ഇളക്കണ്ടേ, അല്ലെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തിട്ട് അവസാനം അടി പിടിച്ചിട്ട് ഒരു വൃത്തികെട്ട പായസമായി മാറിയാൽ ഒക്കുകയില്ല. ഇനി നമുക്ക് എന്നാന്ന് വെച്ചാൽ ഞാൻ ഇളക്കിക്കൊണ്ടിരുന്ന വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കൊണ്ട് തന്നെ അടി പിടിക്കാൻ പാടില്ല. അപ്പോൾ ഇനി ഇത് ഞാൻ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനം ഉണ്ടല്ലോ. ഇനി നമുക്ക് ബോളിക്ക് വേണ്ടി സാധനം എന്നാക്കുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇച്ചിരി നെയ്യ് വേണം, പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാര വേണം, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി വേണം, പിന്നെ കുറച്ച് അരിപ്പൊടി വേണം. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ കടലപ്പരിപ്പില്ലേ, കടലപ്പരിപ്പ് തലേന്ന് കുതിർത്ത് വെച്ചേച്ച് ഇത് മിക്സിയിൽ അരച്ചെടുത്ത് വെച്ചേക്കുക. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ മൈദയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് ആദ്യം നമ്മൾ മാവ് നല്ലതായിട്ട് കുഴയ്ക്കും. എന്നിട്ട് ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ നല്ലെണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ മാവ് കുഴച്ച് വെച്ചേക്കുക. അപ്പോൾ എന്നാന്ന് വെച്ചാൽ മാവ് ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആവും. അപ്പം ഇത്രയും സാധനം മാത്രമേ നമുക്ക് ബോളിക്ക് വേണ്ടുള്ളൂ. ഇനി ബാക്കി പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ ഞാൻ പായസം ഒന്ന് ഇളക്കിക്കോട്ടെ. വെർമസലി ഒരു പകുതി വേവാകുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര ഇടാം കേട്ടോ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ബോളിക്ക് ഞാൻ പറഞ്ഞില്ലേ, ബോളി എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇച്ചിരി ഉണ്ടാക്കാൻ ഇച്ചിരി മെനക്കേടാണ്. എന്നാന്ന് വെച്ചാൽ ഒരു പാൻ വെച്ചേച്ച് അതിനകത്തോട്ട് ഒരു നെയ്യ് ഒഴിക്കണം. പിന്നെ ഈ നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന കടലപ്പരിപ്പില്ലേ, അതും പഞ്ചസാര എത്രയാ മധുരം വേണ്ടിയെന്ന് വെച്ചാൽ ആ പഞ്ചസാരയും കൂടെ ചേർത്തേച്ച് നെയ്യിൽ നല്ലോണം വറട്ടണം. അതിൻ്റെ പരുവം എങ്ങനെയാണെന്നറിയോ, ഇത് വറട്ടുന്ന പരുവം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇത് വിട്ട് വരണം. അതായത് അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ പോയിട്ട് നമ്മൾ അലുവായൊക്കെ ഉണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ടിയ പഞ്ചസാരയും കൂടെ എത്രയാണ് മധുരം വെച്ചാൽ ആ അനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുക. ഏകദേശം നമ്മുടെ ആ വാട്ടർ കണ്ടൻറ്റ് മുഴുവൻ പോയി വന്നതിന് ശേഷം ഒരു നുള്ള് എന്നാ പറയുന്നത് ഏലക്കാപ്പൊടിയും കൂടെ ഇടുക. ഇനി ഇപ്പം ഞാൻ ഏകദേശം നമ്മുടെ വെർമസലി ഒരു ഹാഫ് വേവായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന് വേവാൻ അധികം താമസമൊന്നുമില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ പാലെല്ലാം ചേർത്തേക്കുമല്ലേ, പിന്നെ വെള്ളം ചേർക്കുമ്പോഴും പാല് ചേർക്കുമ്പോഴും ഒരു കാര്യം ഓർത്തോണം, എപ്പോഴും നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ പായസം ഒരു ഇച്ചിരി വെള്ളമാവും. അന്നേരം അതും കൂടെ നോക്കി വെച്ചൊക്കെ വേണം വെള്ളം ചേർക്കാൻ. ഈ പഞ്ചസാര ചേർക്കുന്നത് നമ്മൾ കണ്ടൻസ് മിൽക്കിനകത്ത് മധുരമുണ്ട്, അതും കൂടെ നോക്കി വെച്ചേ. ഞാനിപ്പോൾ ഒരു വലിയ തവിക്കാണെങ്കിൽ ഒരു 2.5 തവി ഇട്ടിട്ടുണ്ട്.
നമ്മൾ ഈ ബോളി മെനക്കെട്ട് ഞാൻ ഇന്ന് ഇത്രയും മെനക്കെട്ട് ഉണ്ടാക്കാൻ കാര്യം എന്നാണെന്നറിയാവോ? ശരിക്കും നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് ശരിക്കും ബോളി ഒന്നും കഴിച്ച് കാണുകയില്ല. നമ്മുടെ ഗസ്റ്റ് ആരാന്നറിയണ്ടേ ഇന്ന്? ഹരിശ്രീ അശോകേട്ടനും ചേച്ചിയും കൂടി നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കിയോ, അശോകേട്ടൻ മിക്കവാറും ഞാൻ എൻ്റെ പേര് പറയുമ്പം അതെന്താ എന്നൊക്കെ ഒന്ന് ചോദിക്കും. അല്ലെ ഇപ്പോൾ കണ്ടോ ഞാൻ പറയുന്നതിന് എന്നേലും തെറ്റുണ്ടെങ്കിൽ നോക്കിയോ, ഇതെന്താ ബോളിയോ, അതെന്താ സാധനം എന്നൊക്കെ ചോദിക്കും. എന്നാലും നമ്മുടെ നാട്ടിൽ നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരുമ്പോഴേ നമ്മുടെ നാട്ടിലെ സ്പെഷ്യലും ഒക്കെ നമ്മൾ കൊടുക്കണ്ടേ. ബോളിക്ക് നല്ല നെയ്യുടെയൊക്കെ മണം വേണമെന്നുണ്ടെങ്കിൽ വറുത്തും തോറും നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിലും വറുത്തും തോറും ഇച്ചിരി നെയ്യ് ഒഴിക്കേണ്ടിയാ. ഇപ്പോൾ പായസവും ഏകദേശമായി. നമ്മുടെ മാവ് കണ്ടോ, ആ ഒരു എന്നാ പറയുന്ന കടല നെയ്യുമായിട്ട് ചേർന്ന് ഏകദേശം ആയ സമയത്ത് ഞാൻ കുറച്ച് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഏലക്ക കുറച്ച് കയ്യിലിരിക്കുമല്ലേ, നമ്മുടെ വെർമസലി പായസത്തിലെ വെർമസലിയും ഒരു 3/4 വെന്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ഏലക്ക പൊടിച്ചത് ഇടാൻ പോവാം. ഇപ്പോൾ ഫുൾ ഇടരുത്, കുറച്ചേ ഇടാവുള്ളൂ. എന്നിട്ട് എന്നാ ചെയ്യണമെന്നറിയാം, നമ്മൾ വിളമ്പാറാവുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ചേർത്താൽ മതി. ഇതിൻ്റെ തീയും ഞാൻ അങ്ങ് ഓഫ് ചെയ്യുക. ഇനി ഞാൻ ഈ നമ്മൾ വരട്ടിയെടുത്ത നമ്മുടെ കടലപ്പരിപ്പിനെ ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇത് ആറാതെ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ചൂടാറി കഴിഞ്ഞതിന് ശേഷം അതിനെ ഒരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ, കുഞ്ഞു നെല്ലിക്ക അല്ല, ഒരു മീഡിയം സൈസ് നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇത് ഇനി ഉണ്ടാക്കിയെടുക്കണം. വെർമസലി ഏകദേശം ആയിക്കഴിഞ്ഞു. ഏകദേശം അല്ല, വെർമസലി നല്ലതായിട്ട് വെന്തു. ചിലർക്കാണെങ്കിൽ ഫുൾ വെന്തേച്ച് കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വേവിച്ചേക്കുന്നതായതുകൊണ്ട് മുഴുവൻ വെന്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി. ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ആ ചൂട് ഉരുളിയിലിരുന്ന് ഒരു വേവും കൂടെ നമ്മുടെ വെർമസലിക്കുണ്ട്. അപ്പോൾ ആ ചൂടിൽ ഇരുന്നിട്ട് നമ്മുടെ ആ എന്നാ പറയുന്നത് ഏലക്കായുടെ ഒരു മണവും എല്ലാം നമ്മുടെ പായസത്തിന് വരും. ഇനി ബോളിയിൽ ചെയ്യാനുള്ള സാധനം എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഈ മൈദ കുഴച്ച് വെച്ചേക്കുന്നില്ലേ, ആ മൈദയിലോട്ട് ഒരു ഉണ്ട, അതായത് നമ്മൾ ഈ എടുക്കുന്ന മാവിൻ്റെ അതിൻ്റെ ഒരു ഡബിൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതേ വലുപ്പത്തിൽ തന്നെ എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് നല്ലോണം പരത്തണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, എണ്ണയിൽ തന്നെ ഇടുന്ന എന്നാത്തിനാണെന്നറിയാം, നല്ലെണ്ണ ഒഴിച്ചിടുന്ന മാവ് നല്ല സോഫ്റ്റ് ആവാനാണ്. പാൻ വെച്ചേച്ച് നമുക്ക് ബോളി ചുടാൻ തുടങ്ങാം കേട്ടോ. ബോളിക്ക് അധികം താമസമില്ല. ഒരു കൈവെള്ളയിൽ വെച്ചേച്ച് മാക്സിമം അതിനെ തിന്നാക്കണം. അതായത് ബാക്ക് സൈഡ് പൊട്ടിപ്പോലെ നമ്മൾ പരത്തുമ്പോഴത്തേന് ഇതിനകത്ത് വെച്ചേച്ച് നമ്മുടെ ഈ ബോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ കവർ ചെയ്യാം. ഇതേപോലെ നമ്മൾ കുഴച്ച് വെച്ച മാവെല്ലാം ആക്കണം. എന്നിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, ഈ നമ്മൾ കുഴച്ച് വെച്ചിട്ട് ആ ഫില്ല് ചെയ്തില്ലേ ആ മാവ് അരിപ്പൊടിയിൽ നല്ലോണം ഡസ്റ്റ് ചെയ്തേച്ച് പരത്തിയെടുക്കുക. ഇനി ഇതിനെ കൈയോടെ എടുത്ത് നമ്മുടെ പാനിലിടുക. ഇനി ബോളിയുടെ വേവ് എന്തോരാണെന്നറിയാവോ? ശരിക്കും ഒത്തിരി വേവൊന്നുമില്ല ബോളിക്ക്. ആ രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്ക് നമുക്കതിനെ മറിച്ചിട്ടേച്ചാൽ മതി. അത്രേ ഉള്ളൂ അതിൻ്റെ ആ വേവ്. കാര്യം വെച്ചാൽ കോട്ടിങ്, അതായത് മൈദയുടെ ആ ഒരു ലെയർ നമ്മൾ ഫസ്റ്റ് ചെയ്തില്ലേ, അതൊന്ന് വെന്ത് വരണം, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ നെയ്യ് വേണം എന്നുണ്ടെങ്കിൽ ഇടാം. ഞാൻ എന്തായാലും ഒരു ഇച്ചിരി തൂത്ത് കൊടുക്കാൻ പോവാ. ഒത്തിരി ഇടുകയില്ല, ഒരു ലേശം. ഇനി ഇതേപോലെ ഞാൻ ബാക്കി ബോളി ഉണ്ടാക്കിയെടുക്കാം.
പിന്നെ ഇത്രയും മുരളിയോട് കൂടെ നമുക്ക് കൊണ്ടുപോയി അശോകന് കൊടുക്കാനൊക്കെയല്ല. സ്ഥിരം ചോദിക്കുന്ന പോലെ ഒരു പ്ലേറ്റിംഗ്.